ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയാണ്. പുതുതലമുറയെ മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും സുരക്ഷിതവും അച്ചടക്കവുമുള്ള പഠന അന്തരീക്ഷം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയത്. അപ്പോൾ നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ രാജ്യത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയാണ്. അടുത്ത ചോദ്യം, ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദിൽമ വാന റൂസഫാണ്. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. മുന്നേയും ഇവർ തന്നെയായിരുന്നു, വീണ്ടും ഇവർ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമ്മുടെ ബ്രിക്സ് ബാങ്കില്ലേ, ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിച്ച ബ്രിക്സ് ബാങ്കിന്റെ പുതിയ പേരാണ് എന്ത്? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ചൈനയിലെ ഷാങ്ഹായി ആണ് കേട്ടോ. ചൈനയിലെ ഷാങ്ഹായി ആണ്. കഴിഞ്ഞ 2024 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നാറ്റോയെ പറ്റി വളരെ ചോദ്യങ്ങളുണ്ടായിരുന്നു. കാരണം നാറ്റോ ആ സമയത്ത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. റഷ്യ യുക്രൈൻ വാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാറ്റോ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും 2024 നാറ്റോയുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബ്രിക്സ് ഈ സമയത്ത് എന്താണ് ന്യൂസിൽ വന്നതുകൊണ്ട്, ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ ബ്രിക്സിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്രിക്സിനെ പറ്റി ഓൾറെഡി നമ്മൾ ചോദിക്കാറുണ്ട്, എങ്കിലും സാധ്യതയുണ്ട് ചോദിക്കാൻ. അതുകൊണ്ട് നമുക്ക് ബ്രിക്സ് ബാങ്കിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അംഗരാജ്യങ്ങളിൽ വികസനത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന അടിസ്ഥാന സൗകര്യങ്ങളും സുസ്ഥിര വികസന പദ്ധതികളും പ്രോത്സാഹിപ്പിക്കുക. അടുത്തത്, മറ്റ് ബഹുരാഷ്ട്ര വികസന സ്ഥാപനങ്ങളുമായും ദേശീയ വികസന ബാങ്കുകളുമായും ആഗോള പങ്കാളിത്തങ്ങളുടെ വിപുലമായ ശൃംഖലകൾ സ്ഥാപിക്കുക. മൂന്നാമത്തെ ലക്ഷ്യം ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, സാമ്പത്തിക ആവശ്യകതകൾ, മറ്റ് ഘടകങ്ങൾ എന്നിവയ്ക്ക് ശരിയായ ബഹുമാനം നൽകുന്ന ഒരു സന്തുലിത പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ നിർമ്മിക്കുക. ഇതൊക്കെയാണ് എന്ത്? ബ്രിക്സ് ബാങ്ക് അഥവാ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബ്രിക്സ് രാജ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം കൂടുതൽ മെമ്പേഴ്സ് ഇപ്പോൾ വന്നു. ഓക്കെ, ഏതൊക്കെയാണ് ബ്രിക്സ് രാജ്യങ്ങൾ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇപ്പോൾ പുതിയതായിട്ട് വന്നത് ആരൊക്കെയാണ്? സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE. ഓക്കെ, അപ്പം 5 രാജ്യങ്ങളും കൂടെ വീണ്ടും എന്തിലോട്ട് വന്നു? ബ്രിക്സിലോട്ട് വന്നു. അതുകൊണ്ടൊക്കെ തന്നെ ബ്രിക്സ് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ആരാണ്? ഡേവിഡ് കാറ്റാലയാണ് കേട്ടോ. ഡേവിഡ് കാറ്റാല, സ്പെയിൻകാരനാണ് ഇദ്ദേഹം. അടുത്തത്, 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. വനിതാ വിഭാഗവും കിരീടം നേടിയത് ഇന്ത്യ തന്നെയാണ്. ഇനി പുരുഷ വിഭാഗം ലോകകപ്പ്, കബഡി ലോകകപ്പ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? UK വെച്ചിട്ടാണ് നടന്നത് അല്ലേ. UK പല സ്ഥലത്തായിരുന്നു പുരുഷ ലോകകപ്പിൻ്റെ വെന്യൂ എന്ന് പറയുന്നത്. ബെർമിംഗ്ഹാം, കോവൻട്രി, വാൽസാൽ, വോൾവർഹാംപ്ടൺ എന്ന് പറയുന്ന പല സ്ഥലത്തായിട്ടാണ് നടന്നത്. അതുകൊണ്ട് തന്നെ റണ്ണറപ്പ് ആരാണ്? ഇംഗ്ലണ്ട് ആണ്. പിന്നെ ഈ വെന്യൂവിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായിട്ടാണ് കബഡി ലോകകപ്പ് നടക്കുന്നത്, UK വെച്ചിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, 2025 വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്, കാരണം എന്താണ്? തിരുവനന്തപുരവും ഒരു വേദിയാണ്. ഇതിനു മുന്നേ എപ്പോഴാണ് വനിതാ ഏകദിന ലോകകപ്പ് നടന്നത്? 2022 കേട്ടോ. അന്നത്തെ വേദി എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആയിരുന്നു. വിന്നർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആയിരുന്നു. ഇനി പുരുഷ ലോകകപ്പ്, ഏകദിന ലോകകപ്പ് നോക്കുകയാണെങ്കിൽ മുന്നേ നടന്നത് 2023 നടന്നത്. അത് ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. വിജയി ആരായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു. ഓക്കെ, അപ്പം മുന്നേ, അതായത് ഏറ്റവും മുന്നേ നടന്ന പുരുഷ ഏകദിന വേൾഡ് കപ്പ് എന്ന് പറയുന്നത് 2023 അത് ഇന്ത്യയിലാണ് നടന്നത്. ഓക്കെ, ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടക്കാൻ പോകുന്നത് വനിതാ ഏകദിന ലോകകപ്പാണ്. അതിൻ്റെ വേദി എവിടെ തന്നെയാണ്? ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, 25,000 വർഷം പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രിയ ആണ് കേട്ടോ. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ഇൻസ്പയർ പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. ഇനി ഒരു പോയിന്റാണ്, കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ പരസ്യങ്ങളുടെ നികുതി ഒഴിവാക്കിയിരിക്കുന്നു. ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട്,
ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് 4 നോമിനികളെ വരെ ചേർക്കാനുള്ള ഉൾപ്പെടുത്തിയ ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. അതായത് ഒരു വ്യക്തിക്ക്, ഒരു ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് എന്താണ്, ആളുടെ നോമിനിയായിട്ട് ഒരാളെയല്ല ഇപ്പോൾ വെക്കാൻ പറ്റുന്നത്, 4 പേരെ വരെ ചേർക്കാം എന്നുള്ള ഒരു ഭേദഗതി, ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് എന്ത് ചെയ്തു, രാജ്യസഭ പാസാക്കി. ഇത് ഓൾറെഡി ലോക്സഭ പാസാക്കിയ ഒരു ബില്ലാണ്. കഴിഞ്ഞ ഡിസംബർ 2024 ലോക്സഭ ഓൾറെഡി പാസാക്കി. ഇപ്പോൾ അതെന്താണ്, രാജ്യസഭയും പാസാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ന്യൂസിൽ വന്നത്. ഓക്കെ.